NHS ഇംഗ്ലണ്ട് പിരിച്ചുവിടൽ ബ്രിട്ടനിലെ ജോലികൾക്കും വിദേശ തൊഴിലാളികൾക്കും ഉണ്ടാകാൻ പോകുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ. ബ്രിട്ടീഷ് സർക്കാർ NHS ഇംഗ്ലണ്ട് പിരിച്ചുവിടാനുള്ള വലിയ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് ട്രീറ്റിംഗ് ഇതിനെ അനാവശ്യ ബ്യൂറോക്രസിയെ കുറയ്ക്കുന്നതിനുള്ള കർമ്മ പരിപാടി എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ മാറ്റങ്ങൾ NHSൽ ജോലി ചെയ്യുന്ന അനേകം ആളുകൾക്കും പ്രത്യേകിച്ച് വിസ സ്പോൺസർഷിപ്പ് ജോലികൾക്കും ഉയർത്തുന്ന ഭീഷണി ചെറുതല്ല. NHS ഇംഗ്ലണ്ട് ഒരു മേധാവിത്വ സംഘടനയാണ്. ഇത് ഇംഗ്ലണ്ടിലെ മുഴുവൻ NHS സേവനങ്ങളും നിയന്ത്രിക്കുകയും ഫണ്ടുകൾ വിതരണം ചെയ്യുകയും ആരോഗ്യ നയങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. അതേസമയം NHS ട്രസ്റ്റുകൾ എന്നറിയപ്പെടുന്ന പ്രാദേശിക ആശുപത്രികൾ നേരിട്ട് രോഗികൾക്ക് സേവനം നൽകുന്ന സ്ഥാപനങ്ങളാണ്. NHS ഇംഗ്ലണ്ട് പിരിച്ചുവിടുമ്പോൾ അതിന്റെ കീഴിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾ, ആരോഗ്യ നയനിർമ്മാണ ഓഫീസുകൾ എന്നിവയിലുണ്ടാകുന്ന ജീവനക്കാരെയാണ് ഏറ്റവും കൂടുതലായി ബാധിക്കുന്നത്. NHS ട്രസ്റ്റുകളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, കെയർമാർ എന്നിവർക്ക് നേരിട്ട് ഭീഷണിയില്ലെങ്കിലും ഭാവിയിൽ വരാനിരിക്കുന്ന സാമ്പത്തിക മാന്ദ്യങ്ങൾ കാരണം അവരുടെയും ജോലി സുരക്ഷിതമാണോ എന്നത് സംശയമാണെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. NHS ഇംഗ്ലണ്ട് പിരിച്ചുവിടുമ്പോൾ പ്രധാനമായും താഴെ പറയുന്ന ജോലികൾക്കാണ് ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടേണ്ടി വരിക. അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്, മാനേജർമാർ, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, ഹെൽത്ത് പോളിസി പ്ലാനർമാർ, ഹ്യൂമൻ റിസോഴ്സസ്, IT, പബ്ലിക് റിലേഷൻസ്, ഡാറ്റ അനലിസ്റ്റുകൾ. NHS ഇംഗ്ലണ്ടിന്റെ കീഴിലുള്ള അലോക്കേഷൻ, ബജറ്റിംഗ്, ഹെൽത്ത് സ്ട്രാറ്റജി ജോലികൾ ആരോഗ്യ ബോർഡുകളുടെ പുനഃസംഘടനയുടെ ഭാഗമായി NHS ഇംഗ്ലണ്ട് ഓപ്പറേറ്റിംഗ് ഓഫീസുകൾ, സിവിൽ സർവന്റുകൾ ഇവരുടെ പണി NHS ട്രസ്റ്റുകളിലേക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ട്. 10,000 മുതൽ 20,000 വരെ ആളുകൾക്ക് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ജോലി നഷ്ടമാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തുടർന്നുള്ള വർഷങ്ങളിൽ അധികം ഓഫീസുകൾ അടച്ചുപൂട്ടാൻ സാധ്യതയുണ്ട്. അതിനാൽ കൂടുതൽ ജോലികൾ ഭീഷണിയിലാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. NHSൽ വിസ സ്പോൺസർ ചെയ്തുള്ള വിദേശ തൊഴിലാളികളുടെ എണ്ണം വർഷം തോറും വർദ്ധിച്ചു വരികയാണ്. ഇന്ത്യ, ഫിലിപ്പീൻസ്, ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് നഴ്സുമാരെയും ഡോക്ടർമാരെയും വലിയ തോതിൽ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. മുൻനിര ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാർ, നഴ്സുമാർ, കെയർമാർ എന്നിവരെ NHS ഇംഗ്ലണ്ട് പിരിച്ചുവിടൽ ബാധിക്കില്ല. അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ജോലികൾ, NHS ഇംഗ്ലണ്ടിന് കീഴിലുണ്ടായിരുന്ന ചില വിസ സ്പോൺസർ ജോലികൾ എന്നിവ ഇല്ലാതാകാൻ സാധ്യതയുണ്ട്. നിലവിലുള്ള നഴ്സ്, ഡോക്ടർ വിസ സ്പോൺസർഷിപ്പ് പ്രക്രിയ തുടരുമെന്നുള്ള ഉറപ്പ് സർക്കാർ നൽകിയിട്ടുണ്ട്. നഴ്സിംഗ്, ഡോക്ടർ, കെയർ ജോലികൾക്കുള്ള ആവശ്യകത ഇപ്പോഴും വളരെയേറെയാണ്. അതിനാൽ ഈ മേഖലയിൽ ജോലികൾ കുറയാനുള്ള സാധ്യതയില്ല. അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾക്കായുള്ള വിദേശ റിക്രൂട്ട്മെന്റ് പരിമിതപ്പെടുത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. NHS ഇംഗ്ലണ്ട് പിരിച്ചുവിടുമ്പോൾ അത് പൊതുവായി ആരോഗ്യ സേവനങ്ങളിൽ കാര്യക്ഷമത ഉണ്ടാക്കുമോ അല്ലെങ്കിൽ കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമോ എന്നത് ഏറെ ചർച്ചയായിരിക്കുകയാണ്. സർക്കാർ പറയുന്നത് പോലെ കൂടുതൽ പണമിടപാടുകൾ നേരിട്ട് ആശുപത്രികൾക്ക് കിട്ടിയാൽ രോഗികൾക്ക് മികച്ച സേവനം ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ വലിയ പുനഃസംഘടനകളും ജോലികൾ നഷ്ടമാകുന്നതും NHS ട്രസ്റ്റുകളുടെ പ്രവർത്തനങ്ങളിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.